ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളൊന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ പാമ്പ്ലാനി പിതാവില്ലേ, സംഘികളുടെ മൂട് താങ്ങി നടക്കുന്ന 300 രൂപ റബ്ബറിനാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഒലത്തി തന്നേക്കാം, ഞങ്ങളൊരു MP നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് തരാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹാവീരൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണണമല്ലോ അല്ലേ. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നിർദ്ദേശം ലഭിച്ചത് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ നിന്ന് മുൻ ശുചീകരണ തൊഴിലാളി. ലവ് ജിഹാദിന് വേണ്ടി ഇവിടെ കുരച്ചുകൊണ്ട് നടക്കുന്ന ചില വേട്ടപ്പട്ടികളുണ്ട്. ഒന്ന് മറ്റേ ഹാർപ്പിക് ഹുസൈൻ, ജാമിദ, നുസ്രത്ത്, പിന്നെ ലസിത പാലക്കൽ, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇവരൊന്നും ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. 400 പെൺകുട്ടികളെയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത് പറയുന്നത് എത്രത്തോളം ഭയാനകമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന, നമ്മളെല്ലാം ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒരു വിഷയമായിരുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലേ. വാരണാസിയിലെ റിയൽ MP മോദിക്കെതിരെ മത്സരിച്ച അജയ് റായിയെ MP ആയി പ്രഖ്യാപിച്ച് പ്രവർത്തകർ ആഘോഷം. മറ്റൊരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കേൾക്കാതെ പോകരുത്. നമ്മുടെ മുങ്ങൽ ഗോപി, ഓട്ടുമുക്ക് ഗോപി ഇപ്പൊ തൃശ്ശൂർ കട്ടെടുത്തു. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഗുരുവിനെ കുറിച്ചിട്ട് പറഞ്ഞും കൂടെ ഒന്ന് കേട്ടോ. കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം തൃശ്ശൂരിൽ പുതുതായി വോട്ട് ചേർത്തത് 1,19,508 വോട്ടുകൾ. അതിൽ കൂടുതലും രേഖ കാണിച്ചത് വാടക ചീട്ടിൽ. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 74,686 വോട്ടും. ഇനി നിങ്ങൾ പറ, ഗോപി അണ്ണൻ ജയിച്ചത് ഏത് വോട്ട് കൊണ്ടാണെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടെ കേട്ടോ. തൃശ്ശൂരിൽ RSS നേതാവ് കഞ്ചാവുമായി പിടി. കാരണം ഇവർ ലഹരിക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. ഇനിയാണ് നമ്മുടെ ഛത്തീസ്ഗഡിൽ സംഘപരിവാർ പ്രസ്ഥാനമായിട്ടുള്ള ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന സംഘടനയാണ് ബജ്രംഗ് ദൾ. ഇവർ ഛത്തീസ്ഗഡിൽ നമ്മുടെ 2 ക്രൈസ്തവ സഹോദരിമാരെ അന്യായമായി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് 10-12 ദിവസം ഉള്ളിലിട്ടു. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു മഹാവീരനെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, പാമ്പ്ലാനി പിതാവ്. ആദ്യം പറഞ്ഞത് എന്താണെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ചെവിയിൽ കേൾക്കാം. എന്നാൽ അവർക്ക് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം പുള്ളി പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എക്കാലത്തും വിശ്വാസികളെ ഇങ്ങനെ പറ്റിച്ച് പോകാമെന്ന് ഒരുത്തനും വിചാരിക്കേണ്ട. ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാണ്, സ്വിച്ച് ഇട്ടാൽ എല്ലാം പടപടപടാന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ 2 ക്രൈസ്തവ സഹോദരിമാരെ അവിടെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJPയും ക്രൈസ്തവ സമൂഹം തമ്മിൽ വലിയൊരു ഭിന്നതയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ പുതിയ ലവ് ജിഹാദ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ വരുന്നുണ്ട്. എന്താണെങ്കിലും നല്ല വിശ്വാസികൾ ഇനി ഈ പറയുന്ന ചാണകങ്ങളെ 7 ഇല തടിപ്പിക്കില്ല. നമുക്ക് ആദ്യം പാമ്പ്ലാനി പിതാവ് പറയുന്ന ആ ഒരു മാസ് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ വിശ്വാസികൾ എടുത്തിട്ട് കീറുന്ന നല്ലൊരു സുന്ദരമായിട്ടുള്ള വീഡിയോ, അത് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയാണ്. കാരണം ഇതുപോലെ ഇനി പുരോഹിതനായിക്കോട്ടെ, ഉസ്താദ് ആയിക്കോട്ടെ, പൂജാരിമാരായിക്കോട്ടെ, ഇതുപോലെ സംഘികൾക്ക് വേണ്ടി ആസനം താങ്ങി സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന യൂദാസുകളെയൊക്കെ ഇതേപോലെ ജനം കൈകാര്യം ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവന്മാരിത് പഠിക്കത്തുള്ളൂ. നമുക്ക് ആദ്യം ഇദ്ദേഹത്തിന്റെ ആ മാസ് ഡയലോഗ് ഒന്ന് കേട്ടിട്ട് വിശ്വാസികൾ എടുത്തിട്ട് കീറുന്നതും കൂടെ ഒന്ന് കണ്ടോളൂ. തീർച്ചയായും രാഷ്ട്രീയ ഫലങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു അവബോധം ശക്തിപ്പെടുത്തിയെടുക്കാൻ ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. ഈ ക്രൈസ്തവർ മത പരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് 40 വട്ടം ഇത്തരം കേസുകൾ വരുമ്പോൾ ഉന്നയിക്കുന്നത്. നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കി ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.6% ക്രൈസ്തവരായിരുന്നു. എന്നാൽ ഇപ്പോൾ എണ്ണം 2.4% മാത്രമാണ്. അതായത് ജനസംഖ്യയിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ വലിയ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഈ സ്ഥിതിവിവര കണക്കുകൾ കാണേണ്ടതല്ലേ. ഇത് ഒരാളെ അന്യായമായി ആക്രമിക്കുവാൻ വേണ്ടി, തടങ്കലിൽ വയ്ക്കുവാൻ വേണ്ടി കിരാതമായ ചില നിയമങ്ങൾ, മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ പല സംസ്ഥാനങ്ങളും പാസാക്കുകയും പ്രസ്തുത നിയമത്തിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ വളരെ ദയനീയമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. കേട്ടല്ലോ അല്ലേ. ഇത് ഈ കന്യാസ്ത്രീകളെ പിടിച്ചപ്പോഴത്തേക്ക് BJPക്കെതിരെ പാമ്പ്ലാനി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അവർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തു വന്നപ്പോഴത്തേക്ക് ഈ ഓന്തിന്റെ നിറം മാറുന്നതിനെക്കാട്ടിലും കഷ്ടമായിട്ട് നമ്മുടെ കേരളത്തിൽ യൂദാസുമാരുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ ഒന്നും അല്ല കേട്ടോ. ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടായിരിക്കാം ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് യൂദാസ് നമ്മുടെ കേരളത്തിൽ നമുക്കിടയിലുണ്ട് എന്നുള്ളത്. നേരെ മലക്കം മറിഞ്ഞ് BJPയെ പൊക്കി അടിച്ചു. ഇത് കേട്ടപ്പോൾ വിശ്വാസികൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഇനി വിശ്വാസികൾ കൊടുക്കുന്ന ആ വീഡിയോ ഒന്ന് കാണണ്ടേ, കണ്ടോളൂ. ആഹാ, നയനമനോഹരം ഈ കാഴ്ച. സംഘപരിവാറിന് മൂട് താങ്ങിയായ പാമ്പ്ലാനി പിതാവിനെ കുഞ്ഞാടുകൾ പഞ്ഞിക്കിടിക്കുന്ന കാഴ്ച ഒന്ന് കാണും. അപ്പോൾ കുഞ്ഞാടുകൾക്കും
തിരിച്ചറിവ് വന്നു തുടങ്ങി. കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ എന്തൊരു ആവേശമായിരുന്നു പാമ്പ്ലാനി പിതാവിന് സംഘപരിവാറിനെതിരെ ഉച്ചത്തിൽ സംസാരിക്കാൻ. ജാമ്യം കിട്ടിയ മാത്രയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഓന്തുപോലും നാണിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ നിറം മാറ്റം കണ്ടിട്ട്. വിശ്വാസികൾ അടിച്ച് കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ സംഘികളുടെ മൂട് താങ്ങി നടക്കുന്ന ഏത് മതപുരോഹിതനാണെങ്കിലും നിങ്ങൾ ഓർത്തു വെച്ചോളൂ, വിശ്വാസികളുടെ മേളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മേളിൽ നിങ്ങൾ ഒന്നുമല്ല കേട്ടോ. അവർ തരുന്ന ആ റെസ്പെക്റ്റ് അത് ഇവരുടെയൊക്കെ കാൽ കീഴി കൊണ്ടുവച്ചിട്ട് സ്വന്തം അസ്തിത്വം പണയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പൊന്നച്ഛന്മാരെ നിങ്ങൾ ഇനിയിപ്പം മേടിക്കാൻ പോകുന്നത് തെരുവിലായിരിക്കും അടി. അപ്പൊ സംഘി പാമ്പ്ലാനിയെ വിശ്വാസികൾ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് അതിന് ആരാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പുരോഹിതന്മാരാണെങ്കിലും ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇവർ ഇടപെടാൻ പാടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാ, അല്ലാതെ ഇവരല്ല രാഷ്ട്രീയം തീരുമാനിക്കേണ്ടത്. ഇപ്പം ചില ചർച്ചുകളിൽ അവിടെ ലഘുലേഖകൾ വിതരണം ചെയ്യാറുണ്ടല്ലേ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്, നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യരുതെന്നൊക്കെ പറയുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിയാണ്, നിലപാടാണ്. മറിച്ച് ഇതൊരു മുസ്ലിം മതസ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ പറയുന്ന പണ്ഡിതൻ ഒരു നിമിഷം പോലും അവിടെ ഇരിക്കത്തില്ല. കാരണം തൂക്കിയെടുത്ത് വെളിയിൽ കളയും. അതാണ് ഇതിൻ്റെ ഒരു രീതി. വിശ്വാസികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ഈ പുരോഹിതന്മാരൊക്കെ ഇനി അവിടെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇവിടുത്തെ വർഗീയവാദികൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന അത് എവനാണേലും കൊള്ളാം, ഇതുപോലെ അടി കൊണ്ട് ഓടേണ്ട കാഴ്ച നമ്മൾ ഇനിയും കാണും, ഇനിയും കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി റബ്ബറിന് 300 അല്ല, ഇനിയിപ്പോൾ 500 ആക്കിയാലും ഇനി അച്ഛനൊരു അക്ഷരം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ രസകരമായിട്ടുള്ള നമ്മൾ കാണാൻ കാത്തിരുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അവരുടെയൊക്കെ തലയ്ക്കകത്ത് ബോധം വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ്. മണിപ്പൂരിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ പിച്ച് ചീന്തിയപ്പോൾ പോലും ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഈ വൃത്തികെട്ട ആൾക്കാർ, ഇവിടുത്തെ കൂസന്മാർക്ക് കൂടെ നിൽക്കുന്ന ഇതുപോലുള്ള ക്രിസംഗികളായിട്ടുള്ള പുരോഹിതന്മാരെ പബ്ലിക്കിൽ ജനം തല്ലും, അതിനകത്ത് ഒരു സംശയം വേണ്ട. ആദ്യ പടി എന്ന ഒരു സൂചനയാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.